വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ 3 ടിപ്പ് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ പീരിയഡ്സിന്റെ 20ാമത്തെ ദിവസം നിങ്ങൾക്ക് പ്രഗ്നന്റ് ആകാനായിട്ട് സാധിക്കും കേട്ടോ. നമ്മുടെ ഫെർട്ടിലൈസേഷൻ നടന്ന ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആകാനായിട്ട് സഹായിക്കുന്ന 3 ടിപ്സിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനോടകം ഒരുപാട് ആളുകൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് പ്രഗ്നന്റ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി ടാബ് നോക്കുക കേട്ടോ. അതിൽ നിങ്ങളുടെ സെയിം ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ആളുകൾ ഫോളോ ചെയ്തിട്ടുള്ള ടിപ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിൽ നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയന്റ് ആണെന്ന് തോന്നുന്ന ടിപ്പ് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഒരിക്കലും ഡോക്ടറുടെ ട്രീറ്റ്മെന്റിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ളതല്ല നമ്മുടെ ഹോം റെമഡീസ് എന്ന് പറയുന്നത്. ഡോക്ടറുടെ തരുന്ന മെഡിസിൻസിനോടൊപ്പം ഇതുപോലുള്ള ഹോം റെമഡീസും ലൈഫ് സ്റ്റൈലിലും ഭക്ഷണം കഴിക്കുന്ന രീതിയിലും ഒക്കെ മാറ്റങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് കൺസീവ് ആകാനായിട്ട് അത് എളുപ്പത്തിൽ സഹായിക്കും കേട്ടോ. അപ്പോൾ ടിപ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തേതാണ് ഓട്സ് എന്ന് പറയുന്നത്. ഓട്സിൽ നമ്മൾ റോൾഡ് ഓട്സ് കഴിക്കുന്നത് സാധാരണ പാക്കറ്റിൽ നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് ഈ റോൾഡ് ഓട്സ് എന്ന് പറയുന്നത്. ഓവുലേഷൻ നന്നായിട്ട് നടക്കാനും ഇംപ്ലാന്റേഷൻ നല്ലതുപോലെ നടക്കാനും സഹായിക്കുന്ന ഒന്നാണ് ഈ റോൾഡ് ഓട്സ് എന്ന് പറയുന്നത്. ഇതിൽ ഫൈബറിന്റെ കണ്ടന്റ് ഉണ്ട്, ബി വിറ്റമിന്റെ കണ്ടന്റ്സ് ഉണ്ട്, അതുപോലെ സെലീനിയം, സിങ്ക്, മാഗ്നീഷ്യം എന്നീ ഫാക്ടേഴ്സ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം ഫെർട്ടിലൈസേഷൻ നടക്കാൻ വേണ്ടിയിട്ടും ഗർഭസ്ഥ ശിശുവിലോട്ടുള്ള രക്തയോട്ടം കിട്ടുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ സഹായിക്കുന്നതാണ്. അതൊക്കെ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആ സെൽ ഡിവിഷൻ ഒക്കെ പ്രോപ്പർ ആയിട്ട് നടന്നിട്ട് ആ ഒരു എംബ്രിയോ എൻഡോമെട്രിയൽ ലൈനിങ്ങിൽ അറ്റാച്ച് ആകുന്നതിന് വേണ്ടിയിട്ട് അത് സഹായിക്കും കേട്ടോ. നമ്മുടെ ഡൈജഷൻ പ്രോപ്പർ ആയിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടും ഓട്സ് ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട്. നമ്മൾ നെഗ്ലക്ട് ചെയ്ത് വിടുന്ന പല കാര്യങ്ങളും ഡയറക്റ്റ് ആയിട്ട് ഫെർട്ടിലിറ്റിയെ അഫക്ട് ചെയ്യുന്നവയാണ്. ഭക്ഷണം നമ്മൾ കഴിച്ചിട്ട് അത് പ്രോപ്പറായിട്ട് ദഹിച്ച് മോഷന് കൃത്യമായിട്ട് പാസ് ചെയ്ത് പോയിട്ടില്ല എങ്കിൽ അത് ശരീരത്തിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാക്കുന്നതിനും അത് ഇൻഡയറക്ട്ലി നമ്മുടെ ഫെർട്ടിലിറ്റിയെ അഫക്ട് ചെയ്യുന്നതിനും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ദഹനം കൃത്യമായിട്ട് നടക്കാത്ത ആളുകൾക്കൊക്കെ ഈ ഒരു ഓട്സ് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഒപ്പം വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരുപാട് എഫേർട്ട് ഒന്നും എടുക്കാതെ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈ റോൾഡ് ഓട്സ് എന്ന് പറയുന്നത്. നമ്മൾ ചെറുതായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് ഈ ഓട്സ് കഴിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ആ ഒരു കലോറീസ് ഒക്കെ കൃത്യമായിട്ട് നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നതിനും അതുപോലെ നമ്മുടെ വെയിറ്റ് കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നതിനും ഒക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ഫെർട്ടിലിറ്റി ഏറ്റവും കൂടുതൽ എങ്ങനെയാണ് സഹായിക്കുന്നതെന്ന് നോക്കാം. ഇതിൽ സെലീനിയം എന്ന് പറയുന്നൊരു കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് യൂട്രസിന്റെ ഫംഗ്ഷൻ ഒക്കെ കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് കൊടുക്കുന്ന ഒന്നാണ്. നമ്മുടെ യൂട്രസിന്റെ ലൈനിങ് തിക്കണായി നിൽക്കുന്നതിനും അത് ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്തിട്ട് അത് പ്രോപ്പർ ആയിട്ട് പോകുന്നതിനും വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഓവുലേഷൻ നടക്കുന്ന സമയത്തൊക്കെയാണ് ഇത് എടുക്കുന്നതെങ്കിൽ ക്വാളിറ്റിയുള്ള അണ്ടം പ്രൊഡ്യൂസ് ആകുന്നതിന് വേണ്ടിയിട്ട് ഈ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത് സഹായിക്കുന്നു. നമ്മൾ എടുക്കുന്ന എല്ലാ വസ്തുക്കളിലൂടെയും ആ ഒരു ഗുണങ്ങൾ ശരീരത്തിലോട്ട് കിട്ടണമെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ എഫക്റ്റീവ് ആയിട്ട് തന്നെ നടക്കണം. ഇപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിൽ രക്തയോട്ടം ഉണ്ട്. അത് കുറേയും കൂടി എഫക്റ്റീവ് ആയിട്ട് നടക്കുന്നതിനും ബോഡിനെ ഡിറ്റോക്സിഫൈ ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് സഹായിക്കുന്നത് കേട്ടോ. ഒപ്പം ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിന്റെ ഭാഗമായിട്ട് കുഞ്ഞിലോട്ടുള്ള ന്യൂട്രിയൻസിന്റെ സർക്കുലേഷൻ കൃത്യമായിട്ട് എത്തുകയും കുഞ്ഞിന് മറ്റുള്ള ഗ്രോത്ത് നിന്ന് പോവുകയോ ഹാർട്ട് ബീറ്റ് നിന്ന് പോവുകയോ പോലുള്ള ബുദ്ധിമുട്ടുകൾ ഒന്ന് റിഡ്യൂസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഒപ്പം ഇതിൽ സിങ്കിന്റെ കണ്ടന്റ് കൂടി അടങ്ങിയിട്ടുണ്ട്. ഇംപ്ലാന്റേഷൻ നടക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈ സിങ്ക് എന്ന് പറയുന്നത്. സെൽ ഡിവിഷൻ ഒക്കെ കൃത്യമായിട്ട് നടക്കുന്നതിനും ഇംപ്ലാന്റേഷന്റെ പ്രോസസ്സ് അതായത് പ്രീ ഇംപ്ലാന്റേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് സപ്പോർട്ട് കൊടുക്കുന്നതിനും വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞ് അണ്ടവും ബീജവും തമ്മിൽ ജോയിൻ ആയി കഴിഞ്ഞാൽ ഒരുപാട് സെൽ ഡിവിഷൻ നടന്നിട്ടാണ് ആ ഒരു എംബ്രിയോ എൻഡോമെട്രിയത്തിന്റെ ഒരു ക്യാവിറ്റിയിലോട്ട് എത്തുന്നത്. അത് പ്രോപ്പറായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുന്നതിന് സിങ്ക് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഓട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോമിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഓട്സ് വെച്ചിട്ട് ഉപ്പുമാവോ അല്ലെങ്കിൽ സ്മൂത്തീസ് പ്രിപ്പയർ ചെയ്ത് കഴിക്കുകയോ അല്ലെങ്കിൽ വേറെ പായസം വെക്കുകയോ അങ്ങനെയുള്ള ഏത് രീതിക്കാണോ നിങ്ങൾക്ക് ഓട്സ് കഴിക്കാൻ ഇഷ്ടം ആ രീതിക്ക് നിങ്ങൾ എടുക്കുക. റോൾഡ് ഓട്സിന്റെ റെസിപ്പീസ് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഒരു ദിവസം ഒരു നേരമോ അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങളിത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചീര കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഗ്രീൻ ലീഫി വെജിറ്റബിൾസിൽ ഒരുപാട് ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഒന്നാണ് ഈ ചീര എന്ന് പറയുന്നത്. പച്ചച്ചീരയാണെങ്കിലും ചുവന്ന ചീരയാണെങ്കിലും നിങ്ങൾ എടുക്കുന്നത് ഫെർട്ടിലൈസേഷൻ നടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഒരുപാട് ഫൈബറിന്റെ കണ്ടന്റും അതുപോലെ ഒരു ന്യൂട്രിയൻ പാക്ഡ് ആയിട്ടുള്ള ഒന്നാണ് ഈ ചീര എന്ന് പറയുന്നത്. ഇതിൽ ഫോളേറ്റ് അടങ്ങിയിട്ടുണ്ട്, അയേൺ ഉണ്ട്, മറ്റുള്ള ആന്റി ഓക്സിഡന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് ഇംപ്ലാന്റേഷൻ നടക്കുന്നതിനും ഒപ്പം കുഞ്ഞിന് ഗ്രോത്ത് ഉണ്ടാകുന്നതിനും ഒക്കെ സഹായിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക് പ്രഗ്നൻസി സഡൻ ആയിട്ട് സ്റ്റോപ്പ് ആയി പോകുന്നവരുണ്ട്, കുഞ്ഞിന്റെ ഗ്രോത്ത് നിന്ന് പോകുന്നതുകൊണ്ട്. ഇത് പലപ്പോഴും
നമ്മൾ പ്രഗ്നൻസിക്ക് മുമ്പ് ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. കാരണം നമ്മൾ പ്രഗ്നന്റ് ആണെന്ന് ഡിറ്റക്ട് ചെയ്യുന്ന സമയത്ത് ആ സമയത്തുള്ള ആ ഒരു രീതിയൊക്കെ വെച്ചിട്ട് നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള പല ആക്ടിവിറ്റീസും ഡെവലപ്പ് ആയി തുടങ്ങുന്ന ഒരു സമയമാണ് ആ ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മളിത് ഡിറ്റക്ട് ചെയ്യുന്നത് ഫസ്റ്റ് ട്രൈമസ്റ്റർ തീരാനാകുന്ന സമയത്താണ്. അപ്പോൾ കുഞ്ഞിന് വേണ്ടുന്ന കാര്യങ്ങളൊന്നും ശരീരത്തിൽ ഇല്ലെങ്കിൽ ആ ഒരു സന്തോഷം അവിടെ വെച്ച് തന്നെ ഡ്രോപ്പ് ആയി പോകുന്നതിന് അത് കാരണമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓൾറെഡി മിസ്കാരേജ് ഹിസ്റ്ററിയുള്ള ആളുകളൊക്കെ ചീര ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ ഇംപ്ലാന്റേഷൻ നടക്കുന്നതിനും ഗ്രോത്തിനും ഒക്കെ വേണ്ടിയിട്ടുള്ള അയേൺ ഇതിൽ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഒരുപാട് സ്ത്രീകൾക്ക് അനീമിയ പോലുള്ള കണ്ടീഷൻസ് ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. മിസ്കാരേജിന്റെ റേറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടും ഇത് കൊടുക്കുന്നുണ്ട്. ഒപ്പം നമ്മുടെ മൂഡ് റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നു. ഒരുപാട് ആളുകൾക്ക് ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ സ്ട്രെസ് കൂടുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ആലോചിച്ചിട്ടായിരിക്കും സ്ട്രെസ്ഡ് ആവുന്നത്. കാരണം ഈ മാസം നഷ്ടമായി പോകുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് സ്ട്രെസ്സും ആൻസൈറ്റിയിലൂടെയും ഒക്കെ കടന്നു പോകുന്ന ആളുകളുണ്ട്. അവരുടെയൊക്കെ ശരീരത്തിലെ സ്ട്രെസ് ഹോർമോൺസിന്റെ പ്രവർത്തനമൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ടായിരിക്കും നടക്കുന്നത്. അതൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യുന്നതിനും ഹാപ്പി ഹോർമോൺസിന്റെ പ്രവർത്തനം നന്നായിട്ട് നടക്കുന്നതിനും മൂഡ് റെഗുലേറ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഒപ്പം നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് സപ്പോർട്ട് ചെയ്യുന്നു. വിറ്റമിൻ സിയുടെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് ഇമ്മ്യൂണിറ്റി കൂടുന്നത് കേട്ടോ. ഒപ്പം നമ്മുടെ ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. ചീരയിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻ സെല്ല് റിപ്പയർ ചെയ്യുന്നതിനും നമ്മുടെ സ്കിൻ മസിൽസ് അതുപോലെ ബോൺസ് ഒക്കെ ഹെൽത്തി ആയിട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട് കേട്ടോ. ഒപ്പം ഇതില് ഡൈജഷൻ പ്രോപ്പർ ആയിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. കോൺസ്റ്റിപ്പേഷൻ ഒക്കെ ഉള്ള ആളുകൾക്ക് അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നു. ഫൈബറിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ടോട്ടെ, നാരുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഒന്നും കൂടുതലായിട്ടൊന്നും സംഭവിക്കില്ല കേട്ടോ. ചീരയും നിങ്ങൾക്ക് ഉച്ച സമയത്തൊക്കെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഒരു ദിവസം ഒരു നേരമെങ്കിലും നിങ്ങളിത് എടുക്കുക. അങ്ങനെ കഴിവതും നിങ്ങൾക്ക് പറ്റുന്ന സമയങ്ങളിൽ നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾ കഴിക്കുന്നതോടൊപ്പം ഇത് തന്നെ ഹസ്ബൻഡിനും കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം പ്രഗ്നൻസി ട്രൈ ചെയ്ത് തുടങ്ങുന്ന സമയത്തൊക്കെ ഇത് ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്പേമിന്റെ മോട്ടിലിറ്റി വർദ്ധിപ്പിക്കുന്നതിനും അതിന്റെ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് സഹായിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഉണ്ട്. കാരണം ശരീരത്തിനകത്തേക്ക് കടത്തിവിടുന്ന സ്പേം ഇത് വരുന്ന ആളാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ശരീരം നിൽക്കില്ല. കാരണം അതിനെ പ്രതിരോധിക്കാനും ശരീരം ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതൊക്കെ താണ്ടി അകത്തേക്ക് എത്തിയ ആ ഒരു ഫലോപ്പിയൻ ട്യൂബിന് അവിടെ ഇത് എത്തണമെങ്കിൽ അതിന് ഒരുപാട് കാപ്പബിലിറ്റി വേണം, അതിന് ഒരുപാട് ക്വാളിറ്റീസ് വേണം. അതൊക്കെ അതുപോലെ തന്നെ അതിന്റെ പെർഫോമൻസ് ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് തന്നെ നടക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും ഈ ചീര ഉപയോഗിക്കുന്നത് സഹായിക്കും കേട്ടോ. ചോറ് കഴിക്കുന്ന സമയത്തൊക്കെ റൈസിന്റെ കണ്ടന്റ് കുറയ്ക്കുക. അതുപോലെ തന്നെ കറികളുടെ കണ്ടന്റ് നിങ്ങൾ കൂട്ടുക. കാരണം കറികൾ നമ്മൾ കഴിക്കുമ്പോൾ ഒരുപാട് നമുക്ക് ന്യൂട്രീഷൻ കിട്ടും. അതാണ് നമുക്ക് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് വേണ്ടത് കേട്ടോ. അടുത്തത് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു യോഗ പോസ് ആണ് കേട്ടോ. ഈ യോഗ പോസിന്റെ പേര് ഹാപ്പി ബേബി യോഗ പോസ് എന്നാണ്. കുട്ടികൾ സന്തോഷമായിട്ടിരിക്കുന്ന സമയങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും അവർ രണ്ട് കാലുകളും ഉയർത്തിപ്പിടിച്ച് കൈയും ഇങ്ങനെ പൊക്കിയിട്ട് കാലിട്ടൊക്കെ അടിക്കുന്നുണ്ടാകും. ഈ ഒരു യോഗ പോസ് ആണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് കേട്ടോ. ഇതിൽ നമ്മൾ കാലിട്ടടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഹാപ്പി ബേബി യോഗ പോസിൽ നിങ്ങളൊരു യോഗ മാറ്റിലോ അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള ഒരു സർഫേസിലോ കിടക്കാനായിട്ട് നോക്കുക. നേരെ കിടന്നിട്ട് നമ്മുടെ രണ്ട് കാലുകളും നമ്മൾ ഉയർത്തുക, രണ്ട് കൈകളും നമ്മൾ ഉയർത്തുക. ഈ ഓരോ കാലുകളും നമ്മുടെ കൈകൾ ഉപയോഗിച്ചിട്ട് അതിന്റെ ഒരു വിരലിൽ നമ്മൾ പിടിച്ചിട്ട് കിടക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നത് ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഈ ഹാപ്പി ബേബി യോഗ പോസിനെ അനന്ത ബാലാസന എന്നും പറയുന്നുണ്ട് കേട്ടോ. ഇത് രണ്ട് കാലുകളും രണ്ട് കൈകളും ഉയർത്തിയിട്ട് നമ്മൾ ചെയ്യുന്ന യോഗ പോസ് ആണ്. ഞാനിവിടെ ഇമേജ് കൊടുത്തേക്കാം. അത് ഹാപ്പി ആയിട്ടിരിക്കുന്ന, ആനന്ദപ്പെട്ടിരിക്കുന്ന, സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു കുഞ്ഞ് ചെയ്യുന്ന ഒരു പോസ്റ്ററാണ് കേട്ടോ. ഇത് നമ്മുടെ ബാക്കും ആംസും ഷോൾഡറും ഒക്കെ സ്ട്രോങ് ആക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് സ്ത്രീകൾക്ക് ബാക്ക് പെയിൻ ഉള്ള ആളുകളുണ്ട്. സിസേറിയൻ കഴിഞ്ഞാലും സിസേറിയൻ കഴിഞ്ഞില്ലെങ്കിലും ബാക്ക് പെയിനിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊരു സ്ട്രെങ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഒപ്പം നമ്മുടെ മൈൻഡ് റിലാക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടും ഈ ഒരു യോഗ പോസ് ചെയ്യുമ്പോൾ നമുക്ക് സഹായിക്കുന്നു. നമ്മൾ ഓവുലേഷൻ കഴിഞ്ഞിട്ട് എത്രത്തോളം സ്ട്രെസ്ഡ് ആവുന്നോ അത്രത്തോളം നമ്മൾ ആ ഒരു കുഞ്ഞെന്ന സ്വപ്നത്തിൽ നിന്ന് അകന്നാണ് പോകുന്നത്. ആ ഒരു വാസ്തവം നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ ചില ആളുകൾ ചിന്തിക്കാതെ തന്നെ ആ ഒരു കാര്യത്തിലോട്ട് വീണ് പോകുന്നവരുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു എക്സസൈസ് സഹായിക്കുന്നു. നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയങ്ങളിലാണ് കൂടുതലും ടെൻഷൻ ആകുന്നത്. ഒപ്പം ഒരാൾ ഇരിക്കുമ്പോൾ നമ്മൾ അത്രയും അങ്ങോട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയങ്ങളിൽ ഇതുപോലുള്ള യോഗ പോസുകൾ നിങ്ങൾ ചെയ്യാനായിട്ട്
ശ്രദ്ധിക്കുക കേട്ടോ. ഇത് നമ്മുടെ സ്ട്രെസ്സും ആൻസൈറ്റിയും ഒക്കെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നത് നമ്മൾ പ്ലെയിൻ സർഫേസിൽ കിടന്നിട്ട് കൈയും കാലും ഒക്കെ ഉയർത്തി നമ്മൾ കിടക്കുമ്പോഴേക്കും ഇത് പെൽവിക്കിലോട്ടുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. നമ്മുടെ പ്രത്യുൽപാദന അവയവങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ അരക്കെട്ടിന്റെ ഭാഗത്താണ്. അതുകൊണ്ട് ആ ഭാഗത്തോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിന്റെ ഭാഗമായിട്ട് ഇംപ്ലാന്റേഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് ശരീരത്തിന് എത്തിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ട് കേട്ടോ. ഒപ്പം നമ്മുടെ സ്ട്രെസ് റിഡ്യൂസ് ചെയ്യുമ്പോഴേക്കും കാര്യങ്ങളെല്ലാം നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ നടക്കുന്നു. ഒപ്പം കോൺസ്റ്റിപ്പേഷൻ ഉള്ള ആളുകൾക്ക് അത് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു യോഗ പോസ് ചെയ്യുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ദിവസവും ഒരു 15 മിനിറ്റ് എങ്കിലും നിങ്ങൾ യോഗ പോസ് മിനിമം ചെയ്യാനായിട്ട് നോക്കുക. മാക്സിമം നിങ്ങൾക്ക് 15 മിനിറ്റ് എന്നുള്ളത് ആ ഒരു സമയം നിങ്ങൾ ചെയ്താൽ മതി. രാവിലെ ചെയ്യുക, ഉച്ചയ്ക്ക് ചെയ്യുക, വൈകുന്നേരം ചെയ്യുക. അങ്ങനെ എപ്പോഴൊക്കെ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്നുണ്ടോ ആ സമയത്ത് നിങ്ങൾക്ക് റിലാക്സിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പാട്ട് സൈഡിൽ പ്ലേ ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു യോഗ പോസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഹാപ്പി ബേബി യോഗ പോസ് ഞാനിപ്പോൾ പറഞ്ഞിട്ട് ഡീറ്റെയിൽ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാനൊരു ഇമേജും കൂടി ആഡ് ചെയ്ത് കൊടുത്തേക്കാം. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കുക. ഹാപ്പി ബേബി യോഗ പോസ് ആനന്ദ ബാലാസന. ഇത് മൂന്നും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയം വരെയൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പ്രൊജസ്ട്രോണിന്റെ സപ്ലിമെന്റ്സ് എടുക്കുന്നുണ്ടെങ്കിലോ ലെട്രസോണിന്റെ മെഡിസിൻ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിലോ വിറ്റമിൻ സപ്ലിമെന്റ്സ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിലോ ഈ 3 ടിപ്സും പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ പ്രഗ്നന്റ് ആകാനായിട്ട് അത് സഹായിക്കും കേട്ടോ. ഫുഡ് ഐറ്റംസ് കഴിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒറ്റ സ്ട്രെച്ചിൽ ഇത് എല്ലാ ദിവസവും ഇത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഒരു 30 ദിവസം നമുക്കൊരു മെൻസ്ട്രൽ സൈക്കിളിന്റെ ലെങ്ത് പോകുന്നുണ്ടെങ്കിൽ 17 ദിവസമോ 18 ദിവസമോ ഒക്കെ ഒരു മാസത്തിൽ ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ എക്സസൈസ് നിങ്ങൾക്ക് എന്നും ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.